ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന കേരളത്തിൽ നിന്നുള്ള എംപിമാർ ലോക്സഭയിലും രാജ്യസഭയിലും കഴിഞ്ഞ 2 ദിവസമായി മലയാളത്തിൽ സംസാരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അവർ സംസാരിക്കുന്ന വിഷയം പ്രത്യേകമായും വഖഫ് ബില്ലാണ്. മുനമ്പം പറയുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് കൃത്യമായി ഇവരുടെ നിലപാടുകൾ എത്തണം എന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നത്. ഇവിടെ കാണാം. കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്. തുടക്കം കുറിച്ചത് കെ രാധാകൃഷ്ണൻ MP ആണ്. അദ്ദേഹം നേരത്തെയും മലയാളത്തിൽ സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ സംസാരിച്ചത് സമ്പൂർണ്ണമായി മലയാളത്തിലായിരുന്നു. ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ വനിതകൾക്ക് വേണ്ടിയുമാണെന്നാണ്. പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ വനിതകൾക്കോ വേണ്ടിയല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ഈ ബില്ല് കൊണ്ടുവന്ന സർക്കാരിന് തന്നെ നല്ലപോലെ അറിയാം. സർ, ന്യൂനപക്ഷത്തിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ. വഖഫ് ബില്ല് രാജ്യസഭ പരിഗണിക്കുമ്പോൾ രാജ്യസഭയിൽ ജോൺ ബിട്ടാസ് MP ആദ്യം കുറച്ചു സമയം ഇംഗ്ലീഷിൽ സംസാരിച്ചു. അതിനുശേഷം കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുനമ്പം വിഷയത്തിൽ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള മുന്ന ഉൾപ്പെടെയുള്ള വിമർശനത്തിലെല്ലാം അദ്ദേഹം മലയാളമാണ് ഉപയോഗിച്ചത്. എമ്പുരാൻ സിനിമയിലെ കഥാപാത്രമുണ്ട്. ആരാധനയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും മലയാളി, തിരിച്ചറിയും കേരളം, തിരിച്ചറിയും സർ. മുൻപത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്. വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ മുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ. ബ്രിട്ടാസിനുള്ള മറുപടി സുരേഷ് ഗോപിയും മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. നേരത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള MPമാരൊക്കെയാണ് ഇങ്ങനെ തുടർച്ചയായി തമിഴിൽ തന്നെ അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നത് കണ്ടത്. എന്തായാലും കേരളത്തിലെ ആളുകളെ കൂടുതൽ അഭിസംബോധന ചെയ്ത് തുടങ്ങുന്നുണ്ട് നമ്മുടെ MPമാർ.